എന്ത് കൊട്ടും വേളൊക്കെ വിശന്നപ്പോ വിശപ്പ് മാറാൻ വേണ്ടിട്ട് കൊട്ടിക്കൊണ്ടിരുന്നേ. എടി കള്ളി, ഇന്നലെ അവൻ പൈസ തന്നിട്ട് നീ പറഞ്ഞില്ല അല്ലേ? സമാധാനം ആയല്ലോ എന്തായാലും. അതെ അച്ചാച്ചാ, ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അവരെ സഹായിക്കേണ്ടത്, അല്ലാതെ അവരവരുടെ സൗകര്യം നോക്കിയിട്ടല്ലേ. എന്തൊരു വർത്താനം? ചോദിച്ചോട്ടെ, ഞാൻ പൈസ തന്നില്ലേ? ഞാൻ അച്ചാച്ചനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അല്ലല്ലോ, ഞാൻ വേറെ പലരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. എന്നാ എനിക്ക് തന്ന പൈസ പിന്നെ ആർക്കാണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട. ഞാനേ പൈസ, എനിക്ക് വേണ്ടുന്ന പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അധ്വാനിക്കണ കാര്യം നമുക്കറിയാലോ. ഡാൻസ് ക്ലാസ് നടത്തണം, എന്നിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ പൈസ. അയ്യോ, എല്ലാവർക്കും ലില്ലി ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഒരു കഴിവുണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ലില്ലിക്ക് വേറെ പല കഴിവുകളും ഉണ്ട്. അതൊക്കെ നിങ്ങളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അച്ചാച്ചാ, ഈ ഡേറ്റ എൻട്രി എന്ന് കേട്ടിട്ടുണ്ടോ? ഡേറ്റ എൻട്രി എന്താ സംഭവം? ആ, ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്നോ പൊട്ടക്കിണറ്റി വീണ തവളേനെ പോലെ, അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ട്. ആ, അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. അതാകുമ്പോ എനിക്ക് വീട്ടിൽ ഇരുന്നും പൈസ ഉണ്ടാക്കാം. ഡാൻസ് ക്ലാസ്സിന് പോവും. ആ, ജോലി തന്നെ. ഡാൻസ് ക്ലാസ്സിന് പോവും, ഡാൻസ് ക്ലാസ് എടുത്ത് തിരിച്ചു വരും, എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കും. അടിപൊളി, അത് കലക്കി. പക്ഷെ ഒരു മാസം കഴിയണ്ടേടാ പൈസ കിട്ടാനായിട്ട്. അപ്പൊ പിന്നെ 1000 രൂപ എങ്ങനെ കൊടുക്കും? ഇതാണ് ഞാൻ പറഞ്ഞത് പൊട്ടക്കിണറ്റി വീണ തവളയെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഓൺലൈനിലുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യും, അപ്പോഴത്തേക്ക് കുറച്ച് പൈസ നമുക്ക് വരും. പിന്നെ നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ വരും. അങ്ങനെ ഓരോ ദിവസം ചെയ്യുമ്പോൾ അന്നേരം വരും. അപ്പൊ ഒരു മാസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാസത്തേക്ക് കിട്ടാനായിട്ട് ഇത് സാലറി ഒന്നും അല്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അപ്പൊ എന്താ, അപ്പൊ എനിക്ക് പൈസക്ക് വേണ്ടിട്ട് ഇന്ദവാതിൽ ഇങ്ങനെ ഇരന്ന് നടക്കേണ്ട ഗതികേട് വരുത്തി. അച്ചാച്ചന് ഇനി എന്തെങ്കിലും പൈസക്ക് ആവശ്യം വരുവാണെങ്കിൽ ഒരാളുടെ മുമ്പിൽ പോലും കൈ നീട്ടരുത്. എന്റെ മുമ്പിലോട്ട് വന്നേ. ആ, ഇനി എന്റെ അക്കൗണ്ട് ഒഴിയത്തില്ല. പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അല്ലേലും ഇവളൊരു കാര്യത്തിനും തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പണ്ടേ ഇങ്ങനെ ചേട്ടത്തി അവൾ അതിനകത്ത് കത്തിക്കേറും. ഇപ്പൊ തന്നെ ഡാൻസ് സ്കൂളിൽ എത്ര പിള്ളേരാന്നറിയോ ഈ പറഞ്ഞ പാറ്റാൻട്രിയോ? അതിനകത്തോട്ട് ഇവള് കഴിവുതെളിക്കും. ഇവിടെ രാശിയിലുള്ളയാണ്. ആ പറഞ്ഞതില് എന്നെ കുത്തിയാണോ പറഞ്ഞത്? നിനക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല അല്ലേ? പക്ഷേ ഒരാക്കലിന്റെ മണം ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? എനിക്ക് തോന്നിയടാ, എനിക്ക് തോന്നി. ഇവളുണ്ടല്ലോ, ഇവള് ഇച്ചിരി പൈസയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവള് മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കുമായിരുന്നോ? നിന്റെ പെങ്ങൾക്ക് അവധി ദിവസമെങ്കിലും പൈസ വരാതിരിക്കുമോ എന്തോ? ഇനി അന്നും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുമോ എന്തോ? അതെല്ലാം അവളാക്കിയത്.